കേരളത്തിൽ ഇന്ന് വീണ്ടും യാത്രക്കാർ വലയാൻ പോകുകയാണ്. രാവിലെ ജോലിക്ക് പോകേണ്ടവർ, സ്കൂളിലേക്കും കോളേജിലേക്കും പോകേണ്ട വിദ്യാർത്ഥികൾ, ആശുപത്രിയിലേക്കുള്ള രോഗികൾ എല്ലാവരുടെയും യാത്ര വീണ്ടും അനിശ്ചിതത്വത്തിലാവുകയാണ്. കാരണം സ്വകാര്യ ബസ് പണിമുടക്ക്. പക്ഷേ ഈ സമരം വെറുമൊരു ശമ്പള വർധനയ്ക്കോ ഡീസൽ വിലയ്ക്കോ വേണ്ടിയല്ല. ഇതിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് സർക്കാരിന്റെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതിയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക ഭാരം സ്വകാര്യ ബസ്സുകളിലേക്ക് വീണതാണോ പ്രശ്നം? കേരളത്തിലെ വിവിധ ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതോടെ സാധാരണ ജനങ്ങളുടെ യാത്ര വലിയ തോതിൽ ബാധിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് സർക്കാർ നടപ്പാക്കിയ സൗജന്യ യാത്രാ പദ്ധതി കാരണം യാത്രക്കാരുടെ എണ്ണം സ്വകാര്യ ബസ്സുകളിൽ ഗണ്യമായി കുറഞ്ഞുവെന്നും അതോടെ വരുമാനം ഇടിഞ്ഞുവെന്നുമാണ്. അതിനാൽ സർക്കാർ നഷ്ടപരിഹാരമോ മറ്റു സഹായമോ നൽകണമെന്നാണ് അവരുടെ ആവശ്യം. ബസ് ഉടമകൾ പറയുന്ന കണക്കുകൾ അനുസരിച്ച് പല റൂട്ടുകളിലും വരുമാനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. ഇന്ധന വില ഉയരുന്നു, സ്പെയർ പാർട്സിന്റെ വില ഉയരുന്നു, ഇൻഷുറൻസ് ചിലവ് ഉയരുന്നു, ജീവനക്കാരുടെ ശമ്പളം നൽകണം. പക്ഷെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞാൽ ഈ ചിലവുകൾ എങ്ങനെ വഹിക്കുമെന്നാണ് അവരുടെ ചോദ്യം. അവരുടെ വാദം ലളിതമാണ്: സർക്കാർ ഒരു ക്ഷേമ പദ്ധതി നടപ്പാക്കുന്നുവെങ്കിൽ അതിന്റെ ഭാരം സ്വകാര്യ മേഖലയിലേക്ക് തള്ളരുത്. എന്നാൽ മറുവശം കേൾക്കണം: സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര എന്നത് വെറുമൊരു യാത്രാ ആനുകൂല്യമല്ല. പലർക്കും അത് ജോലിക്ക് പോകാനുള്ള അവസരമാണ്, വിദ്യാഭ്യാസത്തിനുള്ള വഴിയാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചെറിയൊരു ചുവടാണ്. പ്രതിദിനം ബസ് ചാർജിനായി 100 കണക്കിന് രൂപ ചിലവാകുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നിരവധി പേർ സ്വാഗതം ചെയ്തിരുന്നു. അപ്പോൾ പ്രശ്നം പദ്ധതിയാണോ? അല്ല, പ്രശ്നം പദ്ധതിയുടെ നടപ്പിലാക്കലാണെന്നാണ് പലരും പറയുന്നത്. സർക്കാർ ഒരു സാമൂഹിക ക്ഷേമ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ ആഘാതം സ്വകാര്യ മേഖലയെ ബാധിക്കുമെന്ന് മുൻകൂട്ടി പഠിക്കേണ്ടതായിരുന്നു. ബാധിച്ചാൽ നഷ്ടപരിഹാരമോ സബ്സിഡിയോ നൽകാനുള്ള സംവിധാനം വേണമായിരുന്നു. അതുണ്ടായില്ലെന്നാണ് ബസ് ഉടമകളുടെ ആരോപണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരാണ്? സർക്കാരല്ല, ബസ് ഉടമകളും മാത്രമല്ല, സാധാരണ ജനങ്ങളാണ്. രാവിലെ ബസ് കിട്ടാതെ നിൽക്കുന്ന വിദ്യാർത്ഥി, ഡ്യൂട്ടിക്ക് വൈകുന്ന നഴ്സ്, ദിവസവേതന തൊഴിലാളി, ആശുപത്രിയിലേക്ക് പോകേണ്ട രോഗി, ഇവർക്ക് ഈ തർക്കത്തിൽ ഒരു പങ്കുമില്ല. പക്ഷെ ബുദ്ധിമുട്ട് മുഴുവൻ ഇവർക്കാണ്. ഈ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും KSRTC അധിക സർവീസുകൾ നടത്തുമെങ്കിലും എല്ലാ റൂട്ടുകളും അതുകൊണ്ട് പരിഹരിക്കാനാകില്ല. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഇനി വേണ്ടത് പരസ്പരം കുറ്റം പറയലല്ല, ബസ് ഉടമകളുമായി സർക്കാർ അടിയന്തര ചർച്ച നടത്തണം. വരുമാന നഷ്ടം യഥാർത്ഥത്തിൽ എത്രയാണ് സ്വതന്ത്രമായി വിലയിരുത്തണം. ആവശ്യമെങ്കിൽ നഷ്ടപരിഹാര സംവിധാനം കൊണ്ടുവരണം. അതേസമയം പൊതുജനങ്ങളെ ബന്ദിയാക്കി നീണ്ട സമരങ്ങളും ഒരു സ്ഥിര പരിഹാരമല്ല. അവസാനമായി ഒരു കാര്യം: ഒരു നല്ല ക്ഷേമ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതവും ഒരുപോലെ കണക്കാക്കണം. അല്ലെങ്കിൽ ഒരു വിഭാഗത്തു നിന്ന് ലഭിക്കുന്ന നേട്ടം മറ്റൊരു വിഭാഗത്തിന്റെ പ്രതിസന്ധിയായി മാറും. അപ്പോൾ സാമൂഹ്യ നീതി എന്ന ലക്ഷ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടും.